പപ്പുവിനറിയണം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് ഈ മിസൈലുകൾ അയച്ചപ്പോൾ എത്ര വിമാനങ്ങൾ നഷ്ടമായി, എത്ര വിമാനങ്ങളാണ് നമുക്ക് പാഴായി പോയത് എന്ന് പപ്പുവിനറിയണം. ഇത് ആരോട് പറയാനാണെന്നറിയില്ല. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഇന്ത്യൻ സർക്കാരിനെ, ഇന്ത്യൻ സൈന്യത്തെ ചൊറിഞ്ഞ് പപ്പു മോൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര എണ്ണം നഷ്ടപ്പെട്ടു. ഇന്ത്യയോടുള്ള സ്നേഹമാണോ അതോ മറ്റാരുടെ അടുത്തെങ്കിലും ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര തിടുക്കമാണോ എന്നറിയില്ല. എന്തായാലും എത്ര എണ്ണം പോയി എന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി പറഞ്ഞു തരാം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ബോംബുകൾ വർഷിച്ച ഇന്ത്യയുടെ കരുത്ത് കാട്ടിയതിനെ വൻ വിജയമായി ലോകം മുഴുവനുള്ള പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുമ്പോൾ രാജ്യത്തിന്റെ ആ കരുത്തിനെ, ആത്മവിശ്വാസത്തെ എഴുത്തി കാണിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൽ ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയുടെ തുടക്കമാണ് ആദ്യം വായിച്ചത്. അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി ശ്രദ്ധാപൂർവ്വം രാഹുൽ ഗാന്ധി കേൾക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് മലയാളം അറിയില്ലെങ്കിൽ ആരെങ്കിലും മലയാളത്തിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ അവരുടെ സൈന്യം തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതേസമയം കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി BJP നടത്തിയതാണ് എന്ന ഹീനമായ പ്രചാരണമായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചവരാണ് കോൺഗ്രസ് പാർട്ടി. അതേ ആളുകൾ ഇപ്പോഴും രാജ്യ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്നു. പാകിസ്ഥാന് ഇന്ത്യ ആകെ പ്രതിരോധിക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ് എന്നോർക്കണം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള ഇന്ത്യയുടെ ഭാഗം ലോകത്തോട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ അംഗമാകാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ മികച്ച നേതാക്കളെ ഇന്ത്യക്ക് വേണ്ടി അയക്കാനും അയാൾ തയ്യാറായില്ല. രാജ്യ താല്പര്യങ്ങൾ എന്താണെന്നോ കാലാകാലങ്ങളായി രാജ്യം പിന്തുടരുന്ന കീഴ്വഴക്കങ്ങൾ എന്താണെന്നോ അറിയാതെ, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ ശത്രുക്കളുടെ കയ്യിലെ പാവയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കർ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ പേരിൽ, പാകിസ്ഥാന്റെ നാക്കായി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാൻ അവരുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാൻ പുരസ്കാരം നൽകിയാലും അത്ഭുതപ്പെടാൻ ഇല്ല. പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയോട് നന്ദികേട് കാണിക്കില്ല എന്ന് കരുതുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗം. ഇനി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മുൻകാല ഭരണാധികാരികൾ എടുത്ത പല നടപടികളും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാത്ത ആരുമുണ്ടാകില്ല. പക്ഷേ അന്നത്തെ രാജ്യ താല്പര്യം അതായിരുന്നു. അതുകൊണ്ട് അന്ന് ഭരണാധികാരികൾ കൈക്കൊണ്ട നടപടികളെ പരസ്യമായി ആരും ചോദ്യം ചെയ്യാറില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിട്ടതിൽ ജപ്പാൻ ജനതയോട് മാപ്പ് അപേക്ഷിക്കേണ്ടതല്ലേ എന്ന് ജപ്പാൻ സന്ദർശിച്ച വേളയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മുൻ ഭരണകർത്താക്കൾ എടുത്ത നടപടി അക്കാലത്തെ അമേരിക്കൻ താല്പര്യങ്ങൾ മുൻനിർത്തി ഉള്ളതായിരുന്നു. അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അതാണ് ലോകമെങ്ങും പാലിക്കുന്ന കീഴ്വഴക്കം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾ എടുത്ത തീരുമാനങ്ങളുടെ പേരിൽ അവരെ കാര്യമായി വിമർശിക്കാത്തത്. പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായും പാകിസ്ഥാൻ അനുകൂലമായും നടത്തുന്ന പ്രസ്താവനകൾ കാണുമ്പോൾ ചിലത് ചോദിക്കാതെ വയ്യ. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയ നെഹ്റുവിന്റെ മണ്ടത്തരമാണ് ഇന്ത്യ ഇന്നും അനുഭവിക്കുന്ന കശ്മീർ വിഷയം എന്നത് ആർക്കാണ് അറിയാത്തത്? അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഏറ്റെടുക്കുമോ? ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാക്കാൻ ഇന്ത്യക്ക് എന്തിന്റെ ഭ്രാന്തായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ത്യൻ അതിർത്തി പൂർണ്ണമായും അടയ്ക്കുകയും ബംഗ്ലാദേശുകാർ, അതായത് പഴയ കിഴക്കൻ പാകിസ്ഥാൻ, അവിടെ കിടന്ന് ചാകട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു ഇന്ത്യക്ക്. ആ യുദ്ധത്തിൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 3000 ഇന്ത്യൻ സൈനികരാണ് രക്തസാക്ഷികളായത്. 10,000-ഓളം സൈനികർക്ക് പരിക്കുമേറ്റു. 1971 ഇന്ത്യ വെറും പട്ടിണി രാജ്യമായിരുന്നു എന്നോർക്കണം. എന്നിട്ടാണ് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മുടെ സൈനികരുടെ ജീവൻ കളഞ്ഞത്. അതുപോലെ ആയിരക്കണക്കിന് കോടി രൂപയും നമ്മൾ തുലച്ചു.
അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഏറ്റെടുക്കുമോ? 1962 ചൈന യുദ്ധവും ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ് നടന്ന നെഹ്റു കാണിച്ച മണ്ടത്തരമായിരുന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏകദേശം 1400 സൈനികരാണ് രക്തസാക്ഷികളായത്. ഇന്ത്യയുടെ വലിയൊരു ഭാഗം ചൈന കൈക്കലാക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഏറ്റെടുക്കുമോ? ഒരു കാര്യവുമില്ലാതെ ശ്രീലങ്കയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ സേനയെ അയച്ച തമിഴ് പുലികളുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ 1200ഓളം സൈനികർ രക്തസാക്ഷികളായതിന്റെ ഉത്തരവാദിത്വവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഏറ്റെടുക്കുമോ? മേൽപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം ചരിത്രമാണ്. ആ യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ ആയിരക്കണക്കിന് സൈനികർ രക്തസാക്ഷികളായില്ലേ? അനേകം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? പടക്കപ്പലുകൾ നഷ്ടമായില്ലേ? ഇന്ത്യക്കാരുടെ ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടമായില്ലേ? ഇന്ത്യയുടെ ഭൂമി നഷ്ടമായില്ലേ? എന്നൊക്കെ ചോദിച്ച് അന്നത്തെ ഭരണാധികാരികളെ വിമർശിക്കാനും ലോകത്തിന് മുന്നിൽ എഴുത്തിക്കാണിക്കാനും ഒന്നും ആരും മുതിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ പാകിസ്ഥാന്റെ നാവായി നിന്ന ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ചോദിച്ചു പോകുന്നതാണ്. രാഹുൽ ഗാന്ധിയെ തിരുത്താൻ പോലും കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കും കഴിയുന്നില്ല എന്നത് ഖേദകരമാണ്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി തന്റെ നാവ് തിരുത്തേണ്ട സമയമായിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും നമുക്കൊക്കെ തോന്നുന്നത് അദ്ദേഹത്തിന് പാക് സ്നേഹം കുറച്ച് കൂടുതലാണോ എന്നുള്ളത്. ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ല, രാഹുൽ ഗാന്ധിക്ക് അത് നന്നായിട്ട് അറിയാം. പലപ്പോഴും രാഹുൽ ഗാന്ധി മണ്ടനായി അഭിനയിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. കോൺഗ്രസിനെ നയിക്കാൻ അറിയാം. പക്ഷേ ആ നയിക്കുന്നത് ഒരു മികച്ച കോൺഗ്രസിനെ അല്ല എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പിൻവലിഞ്ഞു നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാം. ഭാവി പ്രധാനമന്ത്രിയാകാൻ എല്ലാ കുതന്ത്രവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിനിടയ്ക്ക് പാകിസ്ഥാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടുകൊടുക്കുകയാണ് ഇന്ത്യ ഉയർത്താനുള്ള കാര്യങ്ങൾ. പാക് മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഇതാണ്. ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് ഈ പഹൽഗാം യുദ്ധത്തിൽ നഷ്ടമായി എന്നുള്ളൊരു ചോദ്യമാണ് ഈ പാക് ന്യൂസ് ചാനലുകൾ, പാക് ഭരണകൂടം വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നഷ്ടം സംഭവിച്ചു എന്ന് വന്നാൽ അത് നമുക്കാണ്, ഇന്ത്യക്കാണ് നാണക്കേട് എന്ന് മനസ്സിലാക്കാതെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ആരെ സുഖിപ്പിക്കാനാണ്, ആരെ സന്തോഷിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി നാവ് ചലിപ്പിക്കുന്നത്? മോദി വിരുദ്ധ ധാവ അത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യ വിരുദ്ധത അത് രാഷ്ട്രീയ പ്രശ്നമല്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.